എന്താണ് ഇവിടെ പ്രശ്നം? കുറെ നേരം ഉണ്ടല്ലോ രണ്ടാളും ഇത്. എന്താണ് എന്റെ പ്രശ്നം? എന്ത്? ഏയ് അങ്ങനൊന്നുമില്ല. എല്ലാ ചെറുക്കന്മാരെ ഇങ്ങക്ക മേലെ കൊറേ പണില്ലേ, അത് രണ്ടാളും പോയി ശരിയാക്കി കാണി. രണ്ടാളാ മൂടും കുലിക്കേണ്ടി പോയി കണ്ടാ തോന്നും പണിയൊക്കെ പെട്ടെന്നാണ് കഴിച്ചു. എന്തായാലും ഫീസായിട്ട് ആലോചിച്ചത് അത് പിന്നെ മനസ്സാ നമുക്ക് ഇവിടെ വല്ലോരൊരു ഫാന് തൂക്കണം. പിന്നെന്തൊക്കെ വേണം? പിന്നെ വല്ലോര് ലൈറ്റ് തൂക്കണം. അത് മാത്രം മതി ഫീസ. പിന്നെന്താ വേണ്ടി? പിന്നെ ഞങ്ങളെങ്കാട്ടി വലിപ്പമുള്ള ഒരു ഫ്രിഡ്ജ് വേണം. ആ മതി മതി പള്ളറിഞ്ഞു. ഈ സാധനം വാങ്ങാനൊക്കെ എന്റെ അപ്പാന്റെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിയ. ഓ പിന്നെ ഇന്റെ പെങ്ങൾക്ക് പൈസ തരാൻ നിക്കല്ലേ. ഇന്റെ ഉപ്പാക്ക് വേറെ പണിയില്ല. ഒന്ന് പോയി മനസ്സിലാവുന്നു. ഇന്നാ പിന്നെ ഈ പറഞ്ഞ സാധനൊക്കെ സ്വപ്നത്തിൽ കണ്ടാ മതി. എല്ലാം ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ മുതലാളി മറ്റവനെവിടെ? എനിക്കറിയില്ല. ഇവനിത് എവിടെ പോയി കിടക്കുക? എടാ ചെറുക്ക. പാവപ്പെട്ട മുതലാളി, സുന്ദരനായ മുതലാളി, എൻ മുതലാളി. ആ ഇതിന്നെ അങ്ങനെ കണ്ട് സുഖിപ്പിച്ചല്ലേ? ഞാൻ സുഖിപ്പിച്ചതല്ല മുതലാളി, ഉള്ളത് പറഞ്ഞതാ. ആ അതെന്റെ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ല മുതലാളി, എന്നാ നമ്മള് കൂടിയിരിക്കുക. എങ്ങനെ കൂടിയിരിക്കാനാ? മാസങ്ങളോളം എന്നോട് ഇവിടെ ഒന്ന് ശരിയാക്കാൻ പറയണേ. ഇതത് ശരിയാക്കുണ്ടോ? അത് പിന്നെ മുതലാളി എനിക്ക് വയ്യാത്തത് കൊണ്ടാ. വെട്ടി മുടുങ്ങുമ്പോ ഒരു പ്രശ്നമില്ലല്ലോ. ഏയ് ഒരു പ്രശ്നവും ഇല്ല. അന്നൊക്കെ ഞാൻ ഉണ്ടല്ലോ മതിയാർക്ക് പണിയെടുത്തു. A few moments later. ഹായ് മുതലാളി. പണിയെടുക്കടാ.